അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നിൽ ഇത് കുറ്റൂർ പാടത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് കുറ്റൂർ കുന്നാഞ്ചേരി ജുമാ മസ്ജിദാണ്. നമ്മുടെ നാടുകളിൽ പള്ളികൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പഴയ പള്ളികളൊക്കെ പുതുമോടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുറ്റൂര് കുന്നാഞ്ചേരി ജുമാ മസ്ജിദ് പുതുക്കി പണിതത് കാണാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ പുറപ്പെട്ടു. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പഴമ നിലനിർത്തി, പഴമയുടെ മോടി പുറത്തും നിലനിർത്തി അതിമനോഹരമായി നിർമ്മിച്ച പുതിയൊരു പള്ളിയാണ് കുന്നാഞ്ചേരി ജുമാ മസ്ജിദ്. മറ്റുള്ള പള്ളികളിൽ നിന്ന് ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഉൾഭാഗത്ത് അതിന്റെ പഴമ നിലനിർത്തി എന്നുള്ളതാണ്. പൗരാണികമായ ഓർമ്മകളെ നിലനിർത്തി പൂർവികരായ ആളുകൾ നിർമ്മിച്ച ആ പള്ളിയുടെ വാതിലോ അതിന്റെ മിമ്പറോ ഒന്നും മാറ്റാതെ, അതിന്റെ മെഹ്റാബ് മാറ്റാതെ ആ പഴമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ പള്ളി വിശാലമാക്കിയിട്ടുള്ളത്. നമുക്ക് ആ പള്ളിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പഴമ നിലനിർത്തി പുതുക്കി പണിയുന്ന പള്ളികളിൽ ഈ പഴയ ഭാഗം നിലനിർത്തി പണിയുന്ന പള്ളികൾ വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ പഴമ നിലനിർത്തി പുതുക്കി പണിത ഒരു പള്ളി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് കാണാനും കൂടിയുള്ള താല്പര്യത്തിലാണ് ഇവിടെ വന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെ ഈ വാഹനം നടക്കുന്ന സൗണ്ട് ഇതിന് ഒഴിവാക്കിയിട്ടില്ല, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ ശബ്ദം അങ്ങനെ കേൾക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നമ്മുടെ ഓർമ്മകൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. വാതില് പുരാതനമായ തൂക്കുവിളക്ക് ആധുനികതയിൽ കുളിച്ചു നിൽക്കുന്ന നല്ല രസമുള്ള ഒരു കാഴ്ചയാണത്. പഴയ കാലത്തെ സ്മരിപ്പിക്കുന്ന ആ കയ്യിൽ ആടുന്ന ക്ലോക്ക്, പഴയ മഞ്ചാരി അടക്കമുള്ള വാതില്, പഴയ കാലത്തെ പള്ളിയുടെ ഉള്ളിലെ തൂണ്, അതിൻ്റെ മേൽക്കൂര, മെഹ്റാബ്, മിമ്പർ അടക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പള്ളികൾ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറ്റൂർ കുന്നാഞ്ചേരി പള്ളിയിലേക്ക് വന്നാൽ പഴയ കാലത്തുള്ള ആ പള്ളി നേരിട്ട് അനുഭവിച്ച് ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ച് പോവുകയൊക്കെ ചെയ്യാം. 2 റക്അത്ത് നിസ്കരിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ കൂലി പുണ്യം അങ്ങനെയൊന്നുമില്ല, എല്ലാ പള്ളിയിലുള്ളതുപോലെ തന്നെ ഉള്ളൂ. പക്ഷെ ആ പഴയ കാലത്തെ അനുഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കാഴ്ചകൾ കാണുന്നതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പള്ളിയുടെ ചാരത്ത് മറപെട്ട് കിടക്കുന്ന മഹാനായ ഒരു മനുഷ്യരുണ്ട്. കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ എന്നാണ് ആ മഹാമനീഷിയുടെ പേര്. കമ്മുണ്ണി മുസ്ലിയാറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിലുണ്ട്. പള്ളി പുനർനിർമ്മാണത്തിനിടയ്ക്ക് പഴയകാലത്തെ മരങ്ങളൊക്കെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഭംഗി കൂട്ടിയിട്ടുണ്ട്. പഴയകാലത്തെ ആ വാതില്, ഓടാമ്പലി, ലോക്ക് ഒക്കെ നമുക്ക് കാണാം. വളരെ നീളം കൂടിയ ഒരു ചാവിയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. പഴയ പള്ളിയുടെ ആർച്ച് അതേപോലെ തന്നെ നിലനിർത്തി ആധുനിക രീതിയിലുള്ള ഒരു ഡോറ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആർച്ചിന് സമാനമായി ഗ്ലാസ്സിൽ ഡിസൈൻ ചെയ്ത് അകത്തേക്ക് കാണുകയും ചെയ്യാം, എന്നാൽ ഡോറ് അടയ്ക്കുകയും ചെയ്യാം. മുമ്പ് ഇത്തരം ആർച്ചുകൾക്ക് ഡോറ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ മരത്തിന്റെ പട്ടിക ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഹാഫ് ഡോറായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ വാതിലിന് മുകളിൽ ഹദീസ് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തകല്ലമ ബികലാമി ദുനിയ ഫിൽ മസ്ജിദി അഹ്ബതല്ലാഹു അമലഹു 40 സന. ആരെങ്കിലും പള്ളിയിൽ ഭൗതിക കാര്യം സംസാരിച്ചാൽ അവന്റെ 40 വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കും എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേറെയും പല ഭാഗത്തും വാതിലിന് മുകളിലൊക്കെ ആയിട്ട് ഹദീസുകൾ ആലേഖനം ചെയ്തത് കാണാൻ കഴിഞ്ഞു. ഈ സ്ലൈഡ് ഡോർ കണ്ടപ്പോൾ വീണ്ടും ഒന്നിങ്ങനെ അതിന്റെ ഭംഗി ഒന്നിങ്ങനെ ആസ്വദിച്ചു. അപ്പൊ അതൊന്നിങ്ങനെ പ്ലേ ചെയ്ത് നോക്കി. പഴയ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട് ഡോറാണിത്, ഏറ്റവും മുന്നിലത്തെ വാതിലാണിത്. ഇവിടെ നമ്മൾ ആ പഴയ ഡോറിന്റെ ശബ്ദം ഉണ്ട് കേട്ടോ. മനുഷ്യ സംസ്കാരങ്ങൾ തിടം വെച്ച് വളർന്ന ഏത് കാലത്തായാലും മനുഷ്യരൊക്കെ ജീവിച്ചത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ജലലഭ്യതയുള്ള കൃഷിയിടങ്ങളോട് ചേർന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ കുറ്റൂർ പ്രദേശത്ത് മനുഷ്യവാസം സാധ്യമായത് കുറ്റൂർ പാടത്തെ ചുറ്റിപ്പറ്റിയാണ്. ആ കുറ്റൂർ പാടത്തിന്റെ ഓരത്ത് തന്നെയാണ് കുന്നാഞ്ചേരി പള്ളി നിലകൊള്ളുന്നത്. ഈ പാടത്തുകൂടെ ബ്രിട്ടീഷുകാർ റൂട്ട് മാർച്ച് നടത്തിയ കാലത്ത് കമ്മുണ്ണി മുസ്ലിയാരുടെ വീട്ടിൽ ജനങ്ങൾ അഭയം തേടുകയും ഇവിടെ പ്രത്യേകമായ ഒരു കൊടി നാട്ടിവെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആത്മചൈതന്യം തുളുമ്പുന്ന മഹാമനീഷികളുടെ അരികിലേക്ക് പ്രത്യേക നിർദ്ദേശങ്ങളില്ലാതെ അവർ വരുമായിരുന്നില്ല. 1853 ഹിജ്റ വർഷം 1270 ജനിച്ച ആ മഹാമനീഷി 33 വർഷക്കാലം തിരൂർ തലക്കടത്തൂർ പള്ളിയിൽ ദർസ് നടത്തി അഗ്രേസരന്മാരായ വലിയൊരു പണ്ഡിത സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചെടുത്തു. കമ്മുണ്ണി മുസ്ലിയാരുടെ ദർസിൽ ഒരേ സമയം 300-ലധികം കുട്ടികൾ പഠിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പള്ളിയിലേക്ക്
ചെന്ന് ചേർന്ന സ്ഥലത്ത് കിഴക്ക് ഭാഗത്ത് പള്ളിയോട് ചേർന്ന് തന്നെയാണ് കമ്മുണ്ണി മുസ്ലിയാരുടെ മക്ബറയുള്ളത്. ഇതാണ് കമ്മുണ്ണി മുസ്ലിയാരുടെ മക്ബറ. അപ്പൊ അതിരാവിലെ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു ഉപ്പയും മകനും കമ്മുണ്ണി മുസ്ലിയാരുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കമ്മണ്ടിപ്പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് ചെമ്മാട്ടിൽ നിന്ന് വന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നിരവധി ആളുകൾ ഇവിടെ സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. SH65, അതായത് കൊളപ്പുറം എയർപോർട്ട് ഹൈവേയിൽ നിന്ന് കക്കാടംപുറത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരല്പം ഒരു 300-400 മീറ്റർ പോന്നാൽ വലത്തോട്ട് തിരിയുന്ന റോഡുണ്ട്. ആ റോഡിന് ഇറങ്ങി ആണ്ട് വന്നാൽ നേരെ കുന്നാഞ്ചേരി പള്ളിയിൽ എത്താൻ വേണ്ടിയിട്ട് കഴിയും. നാടിന് നിർമ്മിച്ച പണ്ഡിതന്മാരായ 200 മഹത്തുക്കളുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തക പരമ്പരക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നോളജ് സിറ്റി ആദ്യമായി പുറത്തിറക്കിയത് കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ ഉപ്പാപ്പയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഇപ്പോൾ അത് 20 പുസ്തകങ്ങളിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ പ്രഥമ പുസ്തകമാണ് കമ്മുണ്ണി മുസ്ലിയാർ ഉപ്പാപ്പയെക്കുറിച്ചുള്ള പുസ്തകം. മലപ്പുറം അത്താണിക്കൽ പ്രദേശത്തുള്ള സംവീൽ അഹ്സനിയാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. മലൈബാർ ഫൗണ്ടേഷൻ ഇതിൻ്റെ പ്രസാധനവും നിർവഹിച്ചു. ഒലീവർ മീഡിയ സമൂഹത്തിന് വേണ്ടി തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയറാനും ഒന്നും മറക്കണ്ട. എല്ലാവർക്കും നന്മകൾ നേരുന്നു.